ഹലോ ആദില. ഞാൻ തൊട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ആദില അനീഷിനോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം അഹങ്കാരമാണ് ഇപ്പം ഈ കൊച്ചിൻ്റെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലും ഉള്ളതെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ആ വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ നൂറയുടെ വന്നിട്ട് തുണി വല്ലതും പുറത്തുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. വിളിക്കണ്ട, ഇവളെന്തൊരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ്. തലവേദന എടുത്തിട്ട് എടുക്കുന്ന അവളെടുത്ത് കുഴിയിൽ വെക്ക്. ഇയാൾക്ക് പിന്നെ എന്തൊന്നും അറിയണത്? പുറത്ത് തുണിയില്ല അവളുടെ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മറ്റുള്ളവർ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിയേക്കണത്. അത് പറഞ്ഞാ പോരെ? അതിൽ വിളിക്കാതെന്ന് പറഞ്ഞത് പിന്നെ വിളിക്കണേ അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഒരാളുള്ളല്ലോ, ഒരാൾ മധ്യത്തിൽ ഇത്ര ആൾക്കാർ ഇടങ്ങാറാക്കാനായിട്ട്. ഞാൻ ചോദിക്കുന്നു, ഇയാൾക്ക് സംശയമുണ്ടോ? സംശയം മിണ്ടാണ്ടിയുള്ള പണിയൊക്കെ രണ്ടാളോടും പറയുന്നേ വെറുതെ അന്ന് മസ്താനിയുടെ അടുത്ത് ആയിഷ ഉണ്ടായപ്പോ ഇയാളെല്ലാരും ചീത്ത പറഞ്ഞില്ല. നന്നായുള്ള ആവശ്യമായിപ്പോയി. ഉറക്കത്തിന്ന് വന്നിട്ട് മണ്ടൻ. എന്ത് മണ്ടൻ? മണ്ടൻ 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 അറിയോ? അതിന്റെ അർത്ഥം അറിയോ? ഇയാൾക്ക് അറിയില്ലെങ്കിൽ പോയ ഡിക്ഷണറിയിലോ. അറിയോ? ഇല്ല, അറിയില്ല. ഇല്ല, മണ്ട. അതിലേക്ക് അർത്ഥം അറിയോ? ഇല്ല, മുന്നിൽ നിക്കല്ലേ. അതിലേക്ക് ഇത് പറയാനുള്ള ക്വാളിറ്റി ഉണ്ടോ? അനീഷിനില്ലല്ലോ. പറയുന്ന നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് അതില? അങ്ങേരെ മണ്ടാന്ന് വിളിക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? ആണോ അതില? ഞാൻ പെർഫെക്റ്റാ. ആണോ? ഒരു തരത്തിലുള്ള തെറ്റുകളും പറ്റാത്ത ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണോ? മണ്ടത്തരങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്ത് ഇങ്ങനെ ഒരു സാധനത്തിനെ കണ്ടതിന് ചേട്ടാന്ന് വിളിച്ചതോളൂ. കേട്ടോ, ഇത്രയും അഹങ്കാരം മൂത്ത ഒരു പെങ്കൊച്ച്, ഇതിനെയാണ് നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മോഹൻലാൽ വന്നിട്ട് പുറത്ത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു തരം അഹങ്കാരമാണോ അതോ റിയാസ് വന്നു പോയതിൻ്റെ വേറെ വല്ലതും ആണോ എന്ന് അറിയത്തില്ല. റിയാസ് വന്നു പോയത് മുതൽ ഈ പെങ്കൊച്ചിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഈ സ്വഭാവമാണ് ആർക്കും ഇവർ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം നമ്മളൊന്ന് ഉൾക്കൊണ്ട് വരുമ്പോഴേക്കും ഇവരുടെ തനി സ്വഭാവം ഇവർ കാണിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇതൊക്കെ കൊണ്ടായിരിക്കണം പലർക്കും ഇവർ ഉൾക്കൊള്ളാൻ തന്നെ പറ്റാത്തത്. കാരണം ഇവളുടെ ഈ സ്വഭാവം കാരണം നൂറയ്ക്ക് കൂടെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാതിരുന്നാൽ മതി. നൂറയുടെ ഗെയിമിനെയും കൂടെ അത് നെഗറ്റീവായിട്ട് പോവാതിരുന്നാൽ മതി. ഈ പോക്കാണെങ്കിൽ അടുത്ത നോമിനേഷനിൽ ആദില പറത്തി വിടുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം 100 ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ കളിച്ചാൽ മതി, അത് നന്നായിരിക്കും. ആദില അതിൻ്റെ അകത്ത് വേണ്ട. ഇവൾക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കെല്ലാവരും എനിക്ക് എന്നെ ചീത്ത വിളിക്കാൻ തോന്നിയാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഇതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്തതിന് ഇപ്പം എനിക്ക് റിഗ്രറ്റ് തോന്നുന്നു. സീരിയസ്ലി. ശരി എന്നാൽ.